ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടീ ഗിരിജേ, ഇത് എന്റെ വീടാണ്, എന്റെ വീട്. ഇവിടെ ഉള്ളവരൊക്കെ എന്റെ ബന്ധുക്കളാണ്. ആ ദുർഗമുണ്ടല്ല, എന്റെ സ്വന്തം മോളെ പോലെ, എന്റെ സ്വന്തം മോളെ പോലെ. ഇതേ ദുർഗമോളുടെ വീടാ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങി പോകണ്ടേ. കിരൺ, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക്. നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമല്ല, കിരണിന് വേണ്ടി കൂടിയാ ഞാൻ പറയുന്നത്. അനാഥൻ എന്ന പേരില് ഒരുപാട് അപമാനങ്ങൾ കിരൺ സഹിച്ചതല്ലേ? അതിന് ഒരു അവസാനം കൂടിയാവും ഇത്. വേണ്ട, അയാളെന്റെ അച്ഛനാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. എനിക്ക് പോലും പൂർണ്ണ വിശ്വാസമില്ലാത്ത സ്ഥലത്ത് അങ്ങനൊരു അവകാശവും പറഞ്ഞ് പെട്ടെന്ന് ഞാൻ കയറി ചെന്നാ ആരും അത് അംഗീകരിക്കില്ല. വെറുതെ ഞാൻ നാണം കെടുകയും ചെയ്യും. ദുർഗ പറയുന്ന അനുസരിക്കാൻ മടിയുണ്ടായിട്ടല്ല. എന്റെ സിറ്റുവേഷൻ ദുർഗ മനസ്സിലാക്കണം. ഇങ്ങനൊരു മകന് ജന്മം കൊടുത്തുവെന്ന് ഓർമ്മ പോലും ഇല്ലാത്തൊരാളെ എനിക്ക് വേണ്ട. കിരൺ, വാശി കാണിക്കരുത്. ഞാൻ പറയുന്നതൊന്ന് ആലോചിച്ച് സമാധാനമായിട്ടൊരു തീരുമാനം എടുക്ക്. ഈ കാര്യത്തിൽ കൂടുതലൊന്നും എനിക്ക് ആലോചിക്കാനില്ല. നമുക്ക് മറ്റെന്തെങ്കിലും വഴി നോക്കാം. ശരി, ഞാൻ കിരണിനെ ഫോഴ്സ് ചെയ്യുന്നില്ല. വേറെ എന്തെങ്കിലും മാർഗം നമുക്ക് കണ്ടെത്താം. അഷി, ഹലോ അമ്മേ. ഞാൻ ദുർഗയ്ക്ക് വേണ്ടതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നിന്റെ പേരും പറഞ്ഞ് അവൾ അങ്ങോട്ടേക്ക് വരില്ല. ആണോ? ഇനി ഇവിടേക്ക് വരില്ലെന്ന് അവള് വാക്ക് തന്നോ? തന്നു. അവളെ കൊണ്ട് ഞാൻ സത്യം ചെയ്യിച്ചു. എനിക്ക് തന്ന സത്യം തെറ്റിക്കാനുള്ള ധൈര്യം ദുർഗയ്ക്കുണ്ടാവില്ല. അത് മതി. എന്നാലും അവളെ വഴക്ക് പറയുന്നത് നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ. ആ സാരമില്ല, അവക്ക് കിട്ടേണ്ടത് കിട്ടിയല്ലോ, അത് മതി. അതെ, നീ പൃഥ്വിയായിട്ടുള്ള പിണക്കമൊക്കെ പറഞ്ഞു തീർത്തോ? അതൊക്കെ എപ്പോഴേ പറഞ്ഞു തീർത്തു. എനിക്ക് പുതിയ ലാപ്ടോപ്പ് വാങ്ങിത്തരാന്ന് പൃഥ്വി പറഞ്ഞിട്ടുണ്ട്. പുതിയ ലാപ്ടോപ്പ് മേടിച്ചു തരുന്നത് നല്ല കാര്യമാ. പക്ഷേ അവിടെയല്ല മിടുക്ക് കാണിക്കേണ്ടത്. പിന്നെ അമ്മ എന്താ പറഞ്ഞു വരുന്നേ? എടി പൊട്ടി, നിന്റെ ഭർത്താവ് നിന്നോട് എടുക്കരുതെന്ന് പറഞ്ഞ സാധനം അത് എന്തായാലും അവനെ കൊണ്ട് തന്നെ എടുത്ത് നിന്റെ കയ്യിൽ തരിക്കണം. അവിടെയാണ് ഒരു പെണ്ണിന്റെ മിടുക്ക്. അമ്മ നോക്കിക്കോ, വൈകാതെ തന്നെ അതൊക്കെ ഞാൻ നടത്തിയെടുക്കും. അത് മതി. നീ അറിയാത്ത ഒരു രഹസ്യവും നിന്റെ ഭർത്താവിന് ഉണ്ടാകരുത്. അവിടെയാ നിന്റെ വിജയം. ഞാനിപ്പോ പറഞ്ഞെന്ന് കരുതി ഇന്ന് തന്നെ നീ പൃഥ്വിയെ വരുതിയിലാക്കാൻ നോക്കരുത്. പതിയെ സമയമെടുത്ത് സ്നേഹത്തിലൂടെ വേണം അവനെ മാറ്റിയെടുക്കാൻ. ശരിയമ്മേ, എനിക്ക് മനസ്സിലായി. ഇവിടത്തെ കാര്യം ഓർത്ത് അമ്മയ്ക്ക് ഒരു ടെൻഷനും വേണ്ട. ഇതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. അമ്മയെ ദുർഗയെ നോക്കിയാ മതി. സത്യത്തെ കല്യാണം കഴിഞ്ഞ മുതൽ ഇനി അവളെ കാണേണ്ടി വരില്ലല്ലോ എന്ന് കരുതി ആശ്വസിച്ചതാ. അപ്പോഴവൾ ഇങ്ങോട്ട് എഴുന്നള്ളുന്നേ. ഇവിടെയാണെങ്കിൽ ആ പൂർണിമ ചേച്ചിക്കും കൊച്ചിനും അവളെ വലിയ കാര്യമാ. അതെ, ആ ധൈര്യം കൊണ്ടാ അവൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരുന്നത്. ഇന്നെനിക്ക് സത്യം ചെയ്തു തന്ന സ്ഥിതിക്ക് ഇനി അവൾ അങ്ങോട്ടേക്ക് വരില്ല. അതുകൊണ്ട് മോൾക്ക് ടെൻഷനൊന്നും വേണ്ട. ഉറങ്ങാതിരുന്നത് നന്നായി. ഒരു നല്ല വാർത്ത കേൾക്കാൻ പറ്റിയല്ലോ. നിനക്കിത് കേട്ട സന്തോഷാവുന്ന എനിക്കറിയാലോ. അതുകൊണ്ടാ രാത്രി എന്നെ ഞാൻ വിളിച്ച് കാര്യം പറഞ്ഞത്. നന്നായി. ആ പിന്നെ അപ്പച്ചിയോടും അഞ്ജുവിനോടും എന്റെ അന്വേഷണം പറഞ്ഞേക്കണേ. പറഞ്ഞേക്കാം. അഭി എവിടെയില്ലേ? അവൻ എന്നെ ഒന്ന് വിളിക്കാറ് പോലുമില്ല. ഇവിടെയുണ്ട്. അവനല്ലെങ്കിലും നമ്മളെക്കാൾ കൂറ് ആ നാശത്തിനോടല്ലേ. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാരെ വളച്ചെടുക്കാനേ ഒരു പ്രത്യേക കഴിവ് ആ പിശാചിനുണ്ട്. അതുകൊണ്ടാണല്ലോ എന്റെ ഭർത്താവിന്റെ ചേച്ചിക്ക് എന്നെക്കാൾ അവളോട് താല്പര്യം. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഇവിടുത്തെ അടുക്കളയ്ക്ക് പുറത്തൊരു ലോകം കാണാത്ത പോലെ അവളെ ഈ വീട്ടിൽ തളച്ചിടാൻ എനിക്കറിയാം. അതോടെ കിരണിനെയും കൂട്ടിയുള്ള അവളുടെ കറക്കം അവസാനിക്കുമല്ലോ. എങ്കിൽ എത്രയും പെട്ടെന്ന് അമ്മ അതിനുള്ള വഴികൾ നോക്കിക്കോ. ശരി മോളെ, അമ്മ നാളെ വിളിക്കാം. ശരി അമ്മേ. ഓക്കെ, ഗുഡ് നൈറ്റ്.
ആ കുട്ടാ, എന്താ പരിപാടി? ആ ദേവട്ടാ, ഞാനേ ചെറിയൊരു കള്ളത്തനം കാണിക്കേണ്ട പ്ലാനിലായിരുന്നു. ഓ, മദ്യപാന പരിപാടിയാണെന്ന് തോന്നുന്നു. അതെ, മനസ്സിന് അത്ര സങ്കടം വന്നിട്ടാ. ചേട്ടനോട് ക്ഷമിക്കും. ഇവിടെ ഉള്ളവരെല്ലാരും കൂടി ദുർഗമോളോട് ചെയ്തത് എനിക്ക് സഹിക്കുന്നില്ല. ഹും. അതല്ല ഓർത്തപ്പോഴ് സ്വയബോധത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഒരു ചെറുതടിച്ച്. പ്രശ്നങ്ങൾ വരുമ്പോ മദ്യപിച്ച് രക്ഷപ്പെടാൻ നോക്കുന്നത് ശരിയല്ല കുട്ടാ. അതെല്ലാം എനിക്കറിയാം. മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ മദ്യപിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഞാനൊരു മുഴുകുടിയനായിപ്പോയനെ. അതെ ദേവട്ടാ, എങ്ങനെ സഹിക്കണവരെയൊക്കെ സത്യം പറഞ്ഞ ചേട്ടനെ സമ്മതിക്കണം. ഹും. ഇത് ഞാൻ എനിക്ക് നൽകുന്ന ശിക്ഷയെ കുട്ട. എന്റെ മോളോട് ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ. എന്റെ ദുർഗ ഈ സങ്കടങ്ങളിലേക്കെല്ലാം തള്ളിവിട്ടത് ഈ ഞാനാ. അപ്പൊ ഈ വേദനകളെല്ലാം ഞാൻ കൃത്യമായിട്ട് അനുഭവിക്കണം. മദ്യത്തിന്റെ ലഹരിയിൽ ഒന്നും അറിയാതെ പോകാൻ പാടില്ല. അതുകൊണ്ടാ എല്ലാ വിഷമവും ഞാൻ സ്വയം സഹിക്കുന്നത്. അമ്മയെ നഷ്ടമായ എന്റെ ദുർഗയ്ക്ക് ഞാൻ 2ാം വിവാഹം കഴിച്ചതിലൂടെ അച്ഛനെ അവൾക്ക് നഷ്ടമായി. സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടെയുള്ള അനാഥയാണ് എന്റെ ദുർഗ. ഇതൊന്നും കേട്ടിട്ട് സഹിക്കുന്നില്ല ദേവേട്ട. അതുകൊണ്ട് ഞാൻ 2 കഴിക്കാം. ഇനി അതിന്റെ പേര് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും ഞാൻ സന്തോഷത്തോടെ പൊയ്ക്കോളാം. നിന്നെ എന്തിനെ കുട്ട ഇവിടുന്ന് ഇറക്കി വിടുന്നത്? നിന്റെ സ്ഥാനത്ത് മനസാക്ഷിയുള്ള ആർക്കും ഇങ്ങനെയൊക്കെ തോന്നിപ്പോവും. പാവം ദുർഗമോള് അത് എങ്ങനെയാണോ ഇതെല്ലാം സഹിക്കുന്നത്. എനിക്ക് വേണ്ടിയാ എന്റെ മോളെല്ലാം സഹിക്കുന്നത്. അവള് കരഞ്ഞാൽ എനിക്ക് വിഷമാവുന്നോർത്ത് എന്റെ മുന്നിൽ കരയാതെ പിടിച്ചു നിൽക്കുകയാണ് അവള്. ദേവട്ടൻ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ദേവട്ടൻ പോ, ഞാൻ ഇവിടെ കിടന്നോളാം. മദ്യം വെച്ചിട്ട് വീടിനകത്ത് കയറുന്നത് ശരിയല്ല. എടീ ഗിരിജ, ഇത് എന്റെ വീടാണ്, എന്റെ വീട്. ഇവിടെ ഉള്ളവരൊക്കെ എന്റെ ബന്ധുക്കളാണ്. ആ ദുർഗമുണ്ടല്ല, എന്റെ സ്വന്തം മോളെ പോലെ, എന്റെ സ്വന്തം മോളെ പോലെ. ഇതേ ദുർഗമോളുടെ വീടാ. നിങ്ങൾ 2 പേരും ഇവിടെ നിന്ന് ഇറങ്ങി പോകണ്ടേ. നീയൊക്കെ ഇവിടെ പന്ത് തട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടല്ലേ. ആ ദുർഗമോൾ ആരാണെന്നറിയാ? നമ്മളെ ടീമിന്റെ വനദുർഗേ സർവവും നീ ചിന്മയി.